കോഴിക്കോട് 9 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിപ്പിച്ച് വീണ്ടും ഷിഗല്ല. കോഴിക്കോട് ജില്ലയിലും ഇടുക്കിയിലും 1 വീതം വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് തോണേരിയിൽ 9 വയസ്സുകാരനാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. 5 വയസ്സുകാരിയായ സഹോദരിയിലും രോഗലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ഇവരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇടുക്കിയിലെ കഞ്ഞിക്കുഴി സ്വദേശികളായ 2 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജിലും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ തുടരുകയാണ്. ഇരുവരുടെയും നില ആശ്വാസകരമാണെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വയനാട് കോളിയോടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ഷിഗല്ല ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 18ആയി. സ്കൂളിലെ 21 പേർ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഈ മാസം സംസ്ഥാനത്താകെ 70 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം കോഴിക്കോട്ടെ നിപ്പ ബാധിതന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരിൽ ആർക്കും ഇതേവരെയും രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പകർച്ചവ്യാധി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. അതിനിടെ കോഴിക്കോട് 2ാമത്തെ മലേറിയ കേസും റിപ്പോർട്ട് ചെയ്തു. തിക്കോടിക്ക് പിന്നാലെ ഒളവണ്ണ പഞ്ചായത്തിലെ 1ാം വാർഡിലെ 62കാരനാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഷിഗല്ലയും പകർച്ചവ്യാധിയും വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി പരിശോധന നടത്തുന്നുണ്ട്.